ഗൗതം രേണു പോകാൻ സാധ്യതയുള്ള എല്ലായിടത്തും അന്വേഷിച്ചു. പക്ഷേ എവിടെയും അവളെ കണ്ടില്ല. ഇവളിത് എവിടെ പോയി കിടക്കുക? ഓഫീസിൽ നിന്ന് നേരെ വീട്ടിലേക്കല്ലേ വരേണ്ടത്? ഒരു ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ടപ്പോഴേക്കും നിനക്ക് ഇത്രയ്ക്ക് ധൈര്യോ? ഗൗതമിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ കാർ പറപ്പിച്ചു വിട്ടു. ഐശ്വര്യയുടെയും രേണുവിന്റെയും ഫ്രണ്ട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഗൗതമിന് നന്നായി അറിയാം. ഗൗതം അവിടെയെല്ലാം പോയി അന്വേഷിച്ചു. ഇരുട്ടാവാൻ തുടങ്ങിയിരുന്നു. ഇനിയിപ്പോ ഈ രാത്രി നേരം ഞാൻ എവിടെ പോയി അന്വേഷിക്കും? ഒന്നും പറ്റാതെ അവൾ എവിടെങ്കിലും സേഫായിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. അപ്പോഴാണ് ഗൗതമിന് ഐശ്വര്യ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഓർമ്മ വന്നത്. രേണുവിന് എപ്പോഴെങ്കിലും സ്വസ്ഥമായി ഇരിക്കണമെന്ന് തോന്നുമ്പോൾ അവൾ ബീച്ചിൽ പോവുമെന്ന്. അവൻ കാർ ബീച്ചിലേക്ക് തിരിച്ചു. ബീച്ചിലെത്തി കാർ പാർക്ക് ചെയ്ത് കുറച്ച് നടന്നപ്പോൾ തന്നെ അവൻ കണ്ടു, ഒരു മൂലയ്ക്കായി മുറിഞ്ഞു കിടക്കുന്ന തെങ്ങിന്റെ തടിയിൽ ചാരിയിരിക്കുന്ന രേണുവിനെ. അവളെ കണ്ടതും അവന്റെ മനസ്സ് ശാന്തമായി. നെഞ്ചിൽ നിന്നും ഒരു വലിയ ഭാരം ഒഴിഞ്ഞതുപോലെയാണ് അവന് തോന്നിയത്. കയ്യിൽ കിട്ടിയാൽ 2 എണ്ണം പൊട്ടിക്കണമെന്ന് കരുതിയതാണ്. പക്ഷേ അവളെ കണ്ടപ്പോഴേക്കും അവന്റെ കണ്ണുകൾ നനഞ്ഞത് എന്തുകൊണ്ടെന്ന് അവന് മനസ്സിലായില്ല. ഇവളോട് എനിക്ക് തോന്നുന്ന വികാരം എന്താണ്? ഇവളെ ഉപേക്ഷിച്ചാൽ മാത്രമേ എനിക്ക് സന്തോഷം കിട്ടുമെന്ന് തോന്നിയ എന്റെ മനസ്സിനിപ്പോ ഇവളെ കാണുമ്പോൾ എന്താണ് ഇത്ര സന്തോഷം? എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. ആരെ നോക്കിയിരിക്കോ തമ്പുരാട്ടി ഇവിടെ? പിന്നിൽ നിന്നും ഗൗതത്തിന്റെ ശബ്ദം കേട്ട രേണു കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവൾക്ക് പിന്നിലായി കൈകൾ കെട്ടി അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്ന ഗൗതത്തിനെ കണ്ടതും അവൾ ചാടി എഴുന്നേറ്റു. ഞാനിവിടെ വെറുതെ കാറ്റ് കൊള്ളാൻ വന്നതാ. കാറ്റ് കൊള്ളാനാണെങ്കിലും കടലിൽ ചാടാനാണെങ്കിലും ആരോടെങ്കിലും എഴുന്നള്ളിച്ചിട്ട് പൊക്കൂടെ? രേണു എന്തിന് എന്ന അർത്ഥത്തിൽ സംശയത്തോടെ അവനെ നോക്കി. എനിക്കിവിടെ കുറച്ചു നേരം വന്നിരിക്കണമെന്ന് തോന്നി. ഇത്രയും വൈകുമെന്ന് കരുതിയില്ല. കാറ്റുകൊണ്ട് മതിയായെങ്കിൽ വാ, വീട്ടിലേക്ക് പോ. ഞാനിനി ആ വീട്ടിൽ എന്തിനാണ് വരുന്നത്? നിങ്ങൾ ചോദിച്ച പോലെ ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ സൈൻ ചെയ്തില്ലേ? ഇനി നമ്മൾ രണ്ടുപേരും ഒരു വീട്ടിൽ തന്നെ കഴിയണോ എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കൂടെ എവിടെ വേണമെങ്കിലും താമസിച്ചോ. എന്നെ വെറുതെ വിട്ടേക്ക്. അവൾ ഒരു വികാരവുമില്ലാതെ അവനോട് പറഞ്ഞു. ഗൗതം അതിശയത്തോടെ അവളെ നോക്കി. ഓഹോ, ഒരു ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ട് കഴിഞ്ഞപ്പോഴേക്കും മാഡത്തിന് ഭയങ്കര ധൈര്യമായല്ലോ. നീ എന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് നിന്നെ വെറുതെ വിടുന്നു കരുതിയോ? നീ എന്നെ ഐശ്വര്യം വഞ്ചിച്ചവളാ. അതിനുള്ള ശിക്ഷ തരാതെ നിന്നെ ഞാൻ വിട്ടയക്കില്ല. നിന്നോട് പകരം വീട്ടാനുള്ളതാ ഈ 6 മാസക്കാലം. ഇനിയൊരക്ഷരം മറുത്തു പറയാനില്ലാതെ അവൾ ഒരു ശില പോലെ അവനെ നോക്കി നിന്നു. വാ, വന്ന് കാർ കയറ്. എന്നാൽ അതൊന്നും കേൾക്കാതെ നിന്ന അവളുടെ മനസ്സ് അലറിക്കരയുകയായിരുന്നു. അപ്പോൾ എന്നോട് പകരം ചോദിക്കാനാണോ ഗൗതം ഇത്രയും നാൾ കൂടെ നിർത്തിയത്? അന്ന് നടന്ന പ്രശ്നത്തിൽ എന്റെയും കൂടെ ജീവിതമല്ലേ തകർന്നത്? ചില സമയങ്ങളിൽ അവൻ എന്റെ അടുത്ത് പെരുമാറുന്നത് കണ്ടപ്പോൾ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചതാണല്ലേ. നിന്റെ മനസ്സിൽ ഐശ്വര്യം മാത്രമാണുള്ളത്, ഞാനില്ല. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. അപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങിയിരുന്നു. ശരീരത്ത് വന്നു വീണ മഴത്തുള്ളികളെ നോക്കിക്കൊണ്ട് അവൻ രേണുവിനെ വിളിച്ചു. മഴ പെയ്യുന്നുണ്ട്, വേഗം വാ. ഇല്ല ഗൗതം, എനിക്ക് ഇനി അവിടെ വരാൻ ഒരു അവകാശവുമില്ല. ഗൗതം പോയിക്കോളൂ. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ശിക്ഷയാണ് ഗൗതം. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നോർത്ത് സങ്കടപ്പെടണ്ട. ഈ ജന്മം മുഴുവനും ഈ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടതാണ്. അപ്പോഴേക്കും അവൾ പൊട്ടിക്കരഞ്ഞുപോയി. എന്നാൽ ആർത്തു പെയ്ത മഴയിൽ ആ കരച്ചിൽ അലിഞ്ഞു പോയിരുന്നു എന്ന് മാത്രം. അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഗൗതത്തിന് ദേഷ്യം ഇരച്ചു കയറി. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവളുടെ വളകൾ അവന്റെ കയ്യിൽ ഞെരിഞ്ഞമർന്നു. ഗൗതം, കൈന്ന് വിട്, എന്റെ കൈ വേദനിക്കുന്നു. അവൾ അവന്റെ പിടിയിൽ നിന്നും കൈ വിടുവിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഗൗതം കൈ ഒന്നുകൂടെ മുറുകെ പിടിച്ചു. എന്തിനാണ് ഗൗതം എന്നെ പിടിച്ചു വലിച്ച് കാറിൽ കയറ്റാൻ നോക്കുന്നത്? നിങ്ങൾ ചോദിച്ച ഡിവോഴ്സ് ഞാൻ തന്നില്ലേ? പിന്നെ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? ഞാൻ എൻ്റെ ലൈഫ് തന്നെ സ്പോയിൽ ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എന്നെ ഇനിയും കഷ്ടപ്പെടുത്താതെ ഇരുന്നൂടെ? അവൾ ചോദിച്ചതിന് ഗൗതം മറുപടി ഒന്നും നൽകിയില്ല. അപ്പോഴേക്കും മഴ ശക്തി പ്രാപിച്ചിരുന്നു. രണ്ടുപേരും നനഞ്ഞു കുതിർന്നു. നനഞ്ഞൊട്ടിയ സാരിയുമായി തട്ടി വീഴാൻ തുടങ്ങിയ രേണുവിനെ ഗൗതം കൈകളിൽ കോരിയെടുത്ത് കാറിന് നേർക്ക് നടന്നു. എന്തായി കാണിക്കുന്നത്? എന്നെ താഴെ ഇറക്ക്. അവൾ കയ്യും കാലും ഇട്ടടിച്ച് ബഹളം വെച്ചെങ്കിലും അവൻ അവളെ കാറിന്റെ ഡോർ തുറന്ന് ഉള്ളിലേക്കിരുത്തി ഡോർ അടച്ചു വന്ന് ഡ്രൈവിംഗ് സീറ്റിൽ കയറി. എന്നെ വെറുതെ വിടൂ പ്ലീസ്, ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. അവൻ
പെട്ടെന്ന് കൈ ഉയർത്തിയപ്പോൾ അവളൊന്ന് പേടിച്ചു. പ്ലീസ് എന്നെ തല്ലല്ല ഗൗതം, എനിക്കിപ്പോ ഒട്ടും വേദന സഹിക്കാൻ പറ്റുന്നില്ല. അവൾ കണ്ണുമടച്ചിരുന്നു. അവന് അത് കണ്ടപ്പോൾ നെഞ്ചിലെവിടെയോ ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു. ഒന്നും മിണ്ടാതെ അവൻ അവളുടെ സീറ്റ് ബെൽറ്റ് ഇട്ടു. ഇത്രയൊക്കെ എന്നെ പേടിയുണ്ടായിട്ടാണോ അവിടുന്ന് ഓടിപ്പോകാൻ ശ്രമിച്ചേ? അപ്പോൾ അവൾ കണ്ണു തുറന്നു നോക്കി. അരികിൽ അവന്റെ മുഖം കണ്ടതും അവൾക്കൊരു നടുക്കം വന്നു. മഴ നനഞ്ഞത് കാരണം രണ്ടുപേരുടെയും ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ കുളിരിൽ അവളുടെ തിളക്കമുള്ള കണ്ണുകളും വിറയാർന്ന ചുണ്ടുകളും ഗൗതം നോക്കി നിന്നു. മഴയത്ത് നനഞ്ഞു വന്ന രേണുവിന്റെ മുടിയിഴകളിൽ നിന്ന് ഒഴുകി വന്ന മഴത്തുള്ളികളെ അവൻ കൗതുകത്തോടെ നോക്കി. നീ എന്തിനാ കരഞ്ഞേ? അവൻ അത്രയും അടുത്തിരുന്ന് പതിഞ്ഞ സ്വരത്തിൽ അവളോട് ചോദിച്ചപ്പോൾ രേണുവിന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഞാനോ? ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. അവൾ അവനെ നോക്കാതെ മുഖം തിരിച്ചു പറഞ്ഞു. അവൾ നുണ പറയുകയാണെന്ന് മനസ്സിലായപ്പോൾ അവൻ അവളുടെ താടിയിൽ പിടിച്ച് മുഖത്തിന് നേരെ തിരിച്ചു. നീ കരയെന്ന് ഞാൻ കണ്ടതാ. അവൻ ശാന്തമായി അത് പറഞ്ഞപ്പോൾ അവൾക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അതെ, കരഞ്ഞു. അതിനെന്താ ഇപ്പോ? അല്ലെങ്കിലും ഞാൻ കരഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നീ കരഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നീ എന്തിനാ കരഞ്ഞത്? അതാ എനിക്കറിയേണ്ടത്. അവളുടെ മനസ്സിലിരിപ്പറിയാൻ എന്തോ അവനൊരു കൊതി. അവളിരിക്കുന്ന സീറ്റിന്റെ പിൻഭാഗത്ത് കൂടെ അവൻ കൈകടത്തി അവളെ ഒന്നുകൂടെ തന്നിലേക്ക് അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഞാൻ നിന്നെ അടിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു, ഒരുപാട് ടോർച്ചർ ചെയ്യുന്നുണ്ട്. എന്നിട്ടും നിനക്കെന്നെ മിസ് ചെയ്യുന്നുണ്ടോ രേണു? അതിപ്പോൾ അറിഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? നിങ്ങൾക്ക് ആവശ്യമുള്ള സൈൻ ഞാൻ. അവൾ മുഴുമിപ്പിക്കുന്നതിനു മുൻപേ അവൻ അവളുടെ ചുണ്ടുകൾ കവർന്നു. രേണു അതിൽ തരിച്ചിരുന്നു പോയി. വീണ്ടും അവളെ വിട്ട് അവൻ ചോദിച്ചു. ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. നിനക്കെന്നെ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? അവൾക്ക് ഗൗതത്തിന്റെ മനസ്സിൽ എന്താണെന്ന് ഊഹിക്കാൻ പോലും സാധിച്ചില്ല. സ്നേഹമാണോ പ്രതികാരമാണോ ഈ ചോദ്യത്തിന് പിന്നിലെന്ന് അവൾ ചിന്തിച്ചു. എങ്കിലും അവൾ പറഞ്ഞ മറുപടി ഉറച്ചതായിരുന്നു. ഇല്ല, മിസ് ചെയ്യുന്നില്ല. ആ ഉത്തരം കേട്ടപ്പോൾ അവന് കൂടുതൽ ദേഷ്യമായി. അവന്റെ ദേഷ്യം തീർക്കുന്നത് പോലെ അവൻ വീണ്ടും അവളുടെ ചുണ്ടുകളിൽ ആഞ്ഞു ചുംബിച്ചു. അവൾ കുറേ തവണ അവനെ വിടുവിക്കാൻ ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. തണുത്തു വിറച്ച അവരുടെ ശരീരങ്ങൾ ചൂടാവുന്നത് അവർ അറിഞ്ഞു. ഏറെ സമയത്തിനൊടുവിൽ രേണുവിന്റെ ചുണ്ടുകളെ സ്വതന്ത്രമാക്കിയ ഗൗതം നേർത്ത ഒരു ചിരിയോടെ കാർ വീട്ടിലേക്ക് പയിച്ചു.